കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണ്ടു. രാമായണം ജീവാമൃതം. ഇന്ന് കർക്കിടകം 2. ഈശ്വരവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അധ്യാത്മരാമായണം കിളിപ്പാട്ട് നിത്യവും പാരായണം ചെയ്യപ്പെടുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമായി പരിണമിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അച്ചടി വിദ്യ നടപ്പാക്കുന്നതിന് മുമ്പേ തന്നെ താളിയോല ഗ്രന്ഥങ്ങളായി രാമായണം കിളിപ്പാട്ട് കേരളത്തിൽ വലിയ പ്രചാരം നേടിക്കഴിഞ്ഞിരുന്നു. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന രാമചരിതാദി കൃതികൾക്കോ എഴുത്തച്ഛൻ്റെ കാലത്തിന് ശേഷമുണ്ടായ കേരളവർമ്മ രാമായണം പോലുള്ള കൃതികൾക്കോ ഒന്നും തന്നെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന് ലഭിച്ച സ്വീകാര്യതയോ പ്രചാരമോ ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്തായിരിക്കും ഇതിന് കാരണമെന്ന് പലരുടെയും മനസ്സിൽ ചിന്തകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിനുള്ള വൈശിഷ്ട്യം എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റ് കൃതികൾ എല്ലാം തന്നെ വാൽമീകി രാമായണത്തെ ഉപജീവിച്ച് രചിക്കപ്പെട്ടവയാണ്. എഴുത്തച്ഛനാകട്ടെ വിവർത്തനത്തിന് തിരഞ്ഞെടുത്തത് അധ്യാത്മരാമായണമാണ്. തത്വവിചാരം കൊണ്ടും ഭക്തി പ്രകർഷത്താലും ജനമനസ്സുകളെ ഉദ്ബുദ്ധമാക്കാൻ വാൽമീകി രാമായണത്തേക്കാൾ കഴിവ് അധ്യാത്മരാമായണത്തിനുണ്ട്. കേവലം കാവ്യരസം പകർന്നുകൊടുക്കലായിരുന്നില്ല തുഞ്ചത്താചാര്യൻ്റെ ലക്ഷ്യം. ഭക്തിജ്ഞാന യോഗങ്ങളുടെ ഉദ്ബോധനമായിരുന്നു സാമാന്യ ജനങ്ങളുടെ ആത്മശുദ്ധിക്കും ആത്മോത്കർഷത്തിനും തൻ്റെ കൃതി ഉപകരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ. രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ എന്തായിരുന്നു കാവ്യരചനയിൽ തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് എഴുത്തച്ഛൻ വളരെ വിശദമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനാണ് വാൽമീകി രാമായണത്തിലെ രാമനെങ്കിൽ മനുഷ്യൻ്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈശ്വരനാണ് അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ്റെ രാമൻ. വിവിധ കഥാപാത്രങ്ങളിലൂടെ മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരാധ്യാത്മിക ഗ്രന്ഥമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം. ജനങ്ങളിൽ ആധ്യാത്മിക ജ്ഞാനം വളർത്തുന്നതോടൊപ്പം ഭക്തിയുടെ വിത്തുകൾ ജനമനസ്സുകളിൽ പാകുന്നതിനും
സദാചാരബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണം കിളിപ്പാട്ട് രചിച്ചത് എന്ന് തിരിച്ചറിയണം. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ആ കൃതി വിജയം കൈവരിക്കുകയും ചെയ്തു എന്നതും നിസ്തർക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളീയർ ഇന്നും ആ ഗ്രന്ഥത്തെ ജീവാമൃതമായി കൂടെ കൊണ്ടു നടക്കുന്നത്.